ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബെൽജിയം മെലാനോവ എന്ന് പറയുന്ന മിറ എന്ന് പറയുന്ന പേരുള്ള ഡോഗിൻ്റെ ഓണറിൻ്റെയും വിശേഷങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നമ്മൾ ട്രെയിനിങ് ചെയ്ത ഡോഗിൻ്റെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അങ്ങനത്തെ ഇടാനുള്ള സമയമോ കാര്യങ്ങളോ ഒന്നും കിട്ടാറില്ല. കാരണം നമ്മൾ പല കാര്യങ്ങളും ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് കൊണ്ട്. പക്ഷേ ഒരുപാട് ഡോഗുകളുടെ വിശേഷങ്ങൾ അങ്ങനെയാണെങ്കിലും ഇടാണ്ടതായിട്ട് ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് സമയം കിട്ടുന്നത് പോലെ ഇനി നമ്മൾ കുറച്ച് പേരുടെ ഇതുപോലെ ട്രെയിനിങ് ചെയ്ത ഡോഗ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മളിതുപോലെ ചെയ്യുന്നതായിരിക്കും. നമുക്ക് മെലനോയ്സിനെ എടുക്കാനൊക്കെ ചാൻസ് കുറവാണ്. എന്നാൽ മെലനോയ്സിൻ്റെ ഇഷ്ടപ്പെട്ടെടുക്കുന്നവരുണ്ട്. അപ്പം സാറ് മെലനോയ്സിനെ എടുക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ടൊരു റീസൺ എന്താണ്? ഇത് ഗാർഡ് ഡോഗാണ്, പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഡോഗാണ്. അപ്പം ഇറ്റ്സ് എ വെരി വെരി ഹെൽത്തി ഡോഗ് ആക്ച്വലി. മെയിൻ്റനൻസ് ഇസ് വെരി എനർജറ്റിക്. വി ഹാവ് ടു പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട്. വി ഷുഡ് ബി ആക്റ്റീവ്. Those things are we should take it in a positive way. So generally it is a very healthy dog. So that's why I chose. സാർ, അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക്, അതായത് നമ്മൾ ട്രെയിനിങ് ചെയ്യിപ്പിച്ച സമയത്തും അതായത് ട്രെയിനിങ് ചെയ്യിപ്പിക്കും മുന്നേ സാറിന് ഉണ്ടായൊരു അനുഭവം. ട്രെയിനിങ്ങിൻ്റെ മുമ്പ് കുറച്ച് റോ ആയിരുന്നു. അത് പറഞ്ഞാൽ വരികയൊക്കെ ചെയ്യും, പോവുകയൊക്കെ ചെയ്യും. ബട്ട് നൗ നമ്മൾ പറയുന്നത് പോലെ കേൾക്കും. അപ്പം നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാനുള്ള ഇത്, അല്ലെങ്കിൽ ഓൺ കമാൻഡ് അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗസ്റ്റ് വരുമ്പോൾ അവിടെ പോയിരിക്കും. നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉണ്ട്, നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗസ്റ്റ് വല്ലതും നമുക്ക് ഹാംഫുള്ളായിട്ട് ചെയ്യുകയാണെങ്കിൽ അവൻ എഴുന്നേക്കും. വളരെ ഒബീഡിയൻ്റ് ആണ്. ഞാൻ അതിനെ കൊണ്ട് വെളിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെയും കടിക്കത്തില്ല, എൻ്റെ കൂടെ നിൽക്കും. ലീഷില്ലാതെയാണ് വാക്ക് ചെയ്യുന്നത്. അപ്പം ഇതിന് കുറച്ച് പ്രൊട്ടക്ഷൻ കേപ്പബിലിറ്റി ഉണ്ട്. അപ്പം നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കാനോ എന്തെങ്കിലും വരികയാണെങ്കിൽ, അതിന് സംശയം തോന്നുകയാണെങ്കിൽ അത് ഇടയ്ക്ക് കയറി നിൽക്കുകയും ചെയ്യും, കടിക്കുകയും ചെയ്യും. ഈവൻ വൈഫ് ഒരിക്കൽ ചുമ്മാ പ്ലേഫുള്ളായിട്ടൊന്ന് മുഖത്തടിച്ചതേ ഉള്ളൂ. അതിന് ഇഷ്ടപ്പെട്ടില്ല, പെട്ടെന്ന് ചാടിക്കുറച്ച്. അതുപോലെ ഒരു പ്രാവശ്യം ഞാനൊരു ഫ്രണ്ടിനെ വെളിയിൽ വെച്ച് കണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അകത്ത് കയറി. ഇവനും ഉണ്ടായിരുന്നു. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇവൻ കുറച്ച് പിന്നെ കമാൻഡ് കൊടുത്ത് മാറ്റേണ്ടി വന്നു. ആദ്യമായിട്ട് ഞാൻ മീരയെ കാണാൻ വന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നക്കാരിയായിരുന്നു. അതായത് എന്നെ തൊടാൻ പോലും സമ്മതിക്കില്ല, ഭയങ്കര കടിക്കാനൊക്കെ വന്ന ഒരു സ്വഭാവമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ ഇതിനെ എങ്ങനെ ട്രെയിനിങ് ചെയ്യിപ്പിക്കും. പക്ഷെ എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞ പേടി ഉണ്ടായിരുന്നു, ഉള്ള കാര്യം പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ആ പേടി ഞാൻ പുറത്ത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. എങ്ങനെ ട്രെയിനിങ് ചെയ്യിപ്പിക്കാം എന്നുള്ള രീതിയായിരുന്നു ഞാൻ ചിന്തിച്ചത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ മീരയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരുന്നു. അതായത് അവിടെ ഞാനൊരു 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടാണ് അവളുടെ ബോഡിയിൽ ടച്ച് ചെയ്യാൻ പോലും അവൾ സമ്മതിച്ചത്. അതുവരെ കുറച്ച് പേടിയായിരുന്നു. ഞാൻ അടുത്ത് വരുന്നു, കുറച്ച് ഫുഡ് കൊടുക്കുന്നു, കാര്യങ്ങൾ കഴിഞ്ഞാണ് അങ്ങനെയാണ് പോകാറുള്ളത്. അപ്പോൾ 3 ദിവസം കഴിഞ്ഞ് ഡോഗിന് നമ്മുടെ അടുത്തൊരു വിശ്വാസവും കാര്യങ്ങളും വന്നതിന് ശേഷമാണ് ഞാൻ അവളെ ടച്ച് ചെയ്യാൻ തന്നെ തുടങ്ങിയത്. അതിനുശേഷമാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20 ദിവസത്തിനകത്ത് ഞാൻ ട്രെയിനിങ്ങിന് ഇവിടെ വന്ന് കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഒരാഴ്ച കൊണ്ടാണ് പിന്നെ നമ്മൾ വിത്തൗട്ട് ലീഷിൽ ആക്കിയത്. ബാക്കി കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ഡോഗിനെ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ കൂടെ തന്നെ സാറും അതിൽ ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അതായത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും അത് ചെയ്യാനായിട്ട് സാറ് ട്രൈ ചെയ്തിട്ടുണ്ട്. പല വീട്ടുകാരെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് കുറവായിരിക്കും. പക്ഷേ സാറിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അത് ചെയ്യിപ്പിച്ചെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം സാറിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പഠിപ്പിക്കാനും എളുപ്പമായത്. പല വീട്ടുകാരെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി റെഡി ആണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ്സുകൾ അവർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സിമ്പിളായിരിക്കും. അപ്പോൾ അതാണ് ഇതിൽ നമ്മൾ ട്രെയിനിങ് കുറച്ചും കൂടെ എനിക്ക് ഈസി ആയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഞാൻ ക്ലിക്കർ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എല്ലാ വീട്ടുകാർക്കും, നമ്മളവിടെ പഠിക്കാൻ വരുന്ന എല്ലാവർക്കും, അതായത് ഡോഗ് പഠിച്ചില്ലെങ്കിലും അവർ ട്രെയിനർ ആകണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മീരയും ട്രെയിൻഡ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ സാറും അതുപോലെ ഒരു ട്രെയിനറായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അതിനെപ്പറ്റി സാറിന് എന്താണെന്ന് പറയാനുള്ളത്? അത് ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോഴേ ഞാൻ ഇതിനു മുമ്പ് കോട്ടയത്തൊരു ഇടത്ത് കൊണ്ടുവിട്ട് എനിക്ക് തോന്നുന്നു 2 മാസം ട്രെയിനിങ് കൊടുത്തു. 2 മാസം ട്രെയിനിങ് കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പം പട്ടി ക്ഷീണിച്ചു, അതൊന്നും പഠിച്ചിട്ടുമില്ല, അവർ ഫുഡ് പ്രോപ്പറായിട്ട് കൊടുത്തില്ല, അത് വളർന്ന ഏജിൽ. സോ ഐ ഫെൽറ്റ് ഇത്തിരി എന്താണ്, എനിക്കൊരു വിഷമം തോന്നി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എയർ കമ്മഡോർ ഉണ്ടായിരുന്നു, ഹി റെക്കമെൻഡഡ് യു. അപ്പം പുള്ളി ഇവന് ഞാനിവിടെ പോണത് കണ്ട്, അപ്പം ലീഷിലാണ് പോണത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് പുള്ളിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം പുള്ളി എന്നോട് പറഞ്ഞ് അരുണിനെ വിളിച്ചാൽ കുറച്ചുകൂടെ ലീഷ് ഇല്ലാതെ നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിളിച്ചത്. അങ്ങനെ വിളിച്ച് അരുണിൻ്റെ ബേസിക് ട്രെയിനിങ് കാരണം ഇറ്റ് ഹാസ് ഇംപ്രൂവ്ഡ്. ഇപ്പം ലീഷ് ഇല്ലാതെ ഞാൻ കൊണ്ട് നടക്കും. ഇതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നി തുടങ്ങി. മറ്റേത് കോട്ടയത്ത് ഞാൻ കൊണ്ടുവരുത്തിട്ട് കാശ് പോകാനുള്ളത് പോവുകയും ചെയ്ത്, പട്ടിക്കാണെങ്കിൽ വളരുന്ന ഏജിലൊന്നും കിട്ടിയതുമില്ല. മെയിനായിട്ടും സാർ എന്നെ വിളിച്ചപ്പോൾ ആദ്യം ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ലീഷ് പുള്ളിങ് ആണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ പറയും, സാർ നമുക്ക് ലീഷ് ഇല്ലാതെ വേണമെങ്കിലും വാക്കിംഗ് ചെയ്യിപ്പിക്കുന്നത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ സാറിൻ്റെ അടുത്ത് ഒരാഴ്ചത്തെ സമയമായിരുന്നു സാറിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത്. പക്ഷെ ആ വന്ന സമയത്തുള്ള വീഡിയോസോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് കേസസ് ഉണ്ട്. പക്ഷേ ഞാൻ പിന്നെയാണ് ആലോചിക്കുന്നത് ഒരു വീഡിയോ എടുത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന്. അപ്പോൾ ഒരാഴ്ചത്തെ ആ ഒരു സമയത്ത് ഞാൻ നമുക്ക് ഇലക്ട്രിക് കോളറും ട്രെയിനിങ്ങിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഭാവിയിൽ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ഒക്കെ ചെയ്യുമ്പം ഇലക്ട്രിക് കോളർ എന്താണ് എന്നുള്ളതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ആ സിസ്റ്റം എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിൽ ആ ഒരു കോളറൊക്കെ വെച്ചാണ് നമ്മളിപ്പം ട്രെയിനിങ് ചെയ്തിട്ടുള്ളത്. ആളെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയാൽ വളരെ ഫ്രണ്ട്ലി ആണ്, ആരെയും ഒന്നും ചെയ്യത്തില്ല, ഒരു പുറത്തുള്ള ഡോഗിനെ പോലും ഒന്നും ചെയ്യത്തില്ല, ഒരു പ്രശ്നമില്ല. പക്ഷേ വീട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ ആൾ വളരെ അലർട്ടാണ്. എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് ഒരാളെയും കയറ്റത്തില്ല, ആളെന്നല്ല ഒരു ജീവികളെയും കയറ്റത്തില്ല, ഒരാളെയും അടുപ്പിക്കത്തില്ല. പക്ഷെ അത്ര ഫ്രണ്ട്ലിയാണ്. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്കൊരു 6 മെലനോവ ഉണ്ട്. പക്ഷേ അതിൽ ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരാണ്. പക്ഷേ മീരയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് സ്വഭാവമാണ്. എന്ന് പറഞ്ഞാൽ ആരടുത്ത് എങ്ങനെ പെരുമാറണം, അതായത് ഇപ്പോൾ നമ്മളെ വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഗാഡോഗാണ്, പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആൾ പ്രശ്നക്കാരനെ അല്ല. അതാണ് അവളുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഇവളുടെ ഡയറ്റും നോക്കുന്നത് രാവിലെ ചില സമയം എല്ലാവരും ഇവിടെ മിക്കവാറും 4-5 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് കുറച്ച് എക്സസൈസ് ചെയ്യും. ഇവൻ കൂടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുകൂടെ ഒരു 2-3 കിലോമീറ്റർ വാക്കിന് പോകും. ചാർലിയും കാണും. അപ്പം കഴിഞ്ഞ് തിരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഓരോ ഗ്ലാസ് പാലും ഒരു മുട്ടയും അടിച്ചു കൊടുക്കും അതിനകത്ത്. അത് കഴിഞ്ഞിട്ട് ഒരു പിടി ഡോഗ് ഫുഡ് കൂടെ കൊടുത്ത് കേജ് ചെയ്യും. ദെൻ ടിൽ 1 o'clock അതിനകത്തായിരിക്കും മിക്കവാറും. അത് കഴിഞ്ഞിട്ട് അവന് 1 o'clock മിക്കവാറും ചിക്കൻ ആയിരിക്കും. ചിക്കൻ, വെജിറ്റബിൾസ്, പൊട്ടറ്റോ, നമ്മൾ കഴിക്കുന്ന ഒരു ഇതും ബാക്കി നമ്മളുടെ കുറച്ച് ചോറ് കൊടുക്കും. രാത്രി അതുപോലെ തന്നെ ബാക്കി വരുന്ന എന്തെങ്കിലും ഫുഡ്, നമ്മുടെ ബാക്കി വരുന്ന ഫുഡൊക്കെ കാണും, കുറച്ച് ഒരു ലൈറ്റായിട്ട് കൊടുക്കും. ഞാൻ റഫ്ലി 3 നേരം കൊടുക്കും. പക്ഷേ ഉച്ചയ്ക്ക് കൊടുക്കുന്നത് മാത്രമാണ് ഇത് മെയിൻ ഫുഡ്. മറ്റേത് വളരെ സ്നാക്സ് പോലെ ചെറിയ അളവിലേ ഉള്ളൂ. അരുൺ പട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പം അതിൻ്റെ ഓണേഴ്സ് തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്. യു ഓൺലി ഗൈഡ് ദി ഓണർ. ആ ഒരു രീതിയിൽ എടുത്തില്ലെങ്കിൽ ട്രെയിനിങ് വോണ്ട് ബി സക്സസ്ഫുൾ. അത് കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കണം. സോ യു കെ നോട്ട് എക്സ്പെക്റ്റ് ഒരാൾ വന്ന് 24 മണിക്കൂറും പട്ടിയെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. അരുൺ കൊടുക്കുന്ന ഗൈഡൻസിൽ നിന്ന് കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ ഡോഗ് പെട്ടെന്ന് ട്രെയിൻഡ് ആവും. അത് ഓണേഴ്സിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അരുൺ നന്നായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചു. ഐ ലേൺഡ്. ഓക്കെ, അപ്പം ഇതിൻ്റെ സക്സസ് ഐ ഷുഡ് സേ യു ആർ എ ഗുഡ് ട്രെയിനർ. താങ്ക് യു ഫോർ ദാറ്റ്. സാറും മീരയും എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഏറ്റവും കൂടുതലും കിട്ടുന്ന, അതായത് അംഗീകാരം എന്ന് പറയുന്നത്
അതായത് ഡോഗിനെ പഠിപ്പിച്ചു കൊടുത്ത ഓണേഴ്സ് അവരുടെ ഒരു സന്തോഷമാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. കാരണം ആരും പോയിട്ട് അയ്യോ അവൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള രീതിയിൽ വരുന്നതിനേക്കാളും നല്ലത് അവർ ഹാപ്പി ആയിരിക്കുന്നതാണ് എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മീരെ ട്രെയിൻ ചെയ്തതിലും അതിൽ സാർ ഹാപ്പി ആയിരിക്കുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നമുക്ക് പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും.